നമസ്കാരം, നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ മാസം 19-ാം തീയതി പൂരുരുട്ടാതി നക്ഷത്രമാണ് വരുന്നത്. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക, കാൽ ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനെല്ലാം സാധിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു ദിവസമാണ്. പല രീതിയിൽ വരുമാന വർധനവിനെല്ലാം സാധ്യതയുണ്ട്. പല പ്രവർത്തികളും ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് നാളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളെല്ലാം ഈ ദിവസം നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീരമര ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലെ ബിസിനസ് വർദ്ധിപ്പിക്കാനോ വികസിപ്പിക്കാനോ ഒക്കെ അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. മിഥുന രാശി മകീരമര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. സർക്കാരിൽ നിന്നും മറ്റും ചില ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടാനും ബഹുമതികളും അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനും ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കാനും രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ശോഭിക്കാനും ഉന്നത അധികാരങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം കൂടുതലാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കും പത്രപ്രവർത്തകർക്കും ഒക്കെ ഇന്നത്തെ ദിവസം അവരുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കാനെല്ലാം സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളെല്ലാം തെളിയാനുള്ള യോഗം കാണുന്നുണ്ട്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ സ്വയം തടസ്സമായിട്ട് മാറാനും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള തിക്താനുഭവങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരാനെല്ലാം സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്തിയാടി ഒരു കാര്യവും ഇന്നത്തെ ദിവസം ചെയ്യാതിരിക്കാം. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോകാമെന്നല്ലാതെ പുതിയ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ ഇന്നത്തെ ദിവസം നല്ലതല്ല. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ ബിസിനസ് എല്ലാം തുടങ്ങാൻ ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പാർട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമാകും. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകാനും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും എല്ലാം യോഗമുള്ളൊരു ദിവസമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കും. നഷ്ടപ്പെട്ട ചില സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. നിലവിലെ ജോലിയിൽ പ്രമോഷനോ മറ്റോ ഒക്കെ ലഭിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. ബന്ധുക്കളുടെ സഹായമെല്ലാം ലഭിക്കും. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര ഇത്രയും നക്ഷത്രക്കാർക്കെല്ലാം ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല. പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാവാനും മനക്ലേശത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചിലർക്ക് അസുഖബാധയായിട്ട് ആശുപത്രിയിൽ കഴിയേണ്ടി വരാനെല്ലാം സാധ്യതയുള്ളൊരു ദിവസമാണ്. ദൈവാധീനം കുറഞ്ഞ ഒരു കാലമാണ്. പല കാര്യങ്ങൾക്കും അതുകൊണ്ട് തന്നെ അവിചാരിതമായ തടസ്സങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു കാര്യത്തിന് പല പ്രാവശ്യം ശ്രമിക്കേണ്ടി വരാനെല്ലാം സാധ്യതയുള്ളൊരു ദിവസമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദര സഹായം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ബന്ധുക്കളുടെ സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ബന്ധുക്കളെ സന്ദർശിക്കാനോ അവർ നമ്മളെ സന്ദർശിക്കാൻ വരാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പൊതുവെ മനസമാധാനവും സന്തോഷമൊക്കെ ഉള്ളൊരു ദിവസമാണ്. മക്കളെ കൊണ്ടും അല്ലെങ്കിൽ മക്കളുടെ നേട്ടങ്ങളിലെല്ലാം സന്തോഷിക്കാനുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. ഈശ്വരാധീനം ഉള്ള ഒരു കാലമാണ്. വൃശ്ചിക രാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചില ഭാഗ്യാനുഭവങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് പണം കൈവശം വന്നു ചേരാനുള്ള ഒരു യോഗമുള്ളൊരു കാലമാണ്. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഗുണകരമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഉത്സാഹം കൂടുതലായിട്ട് തോന്നാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്തരം മേഖലയിലെല്ലാം കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതികളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.
ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്. ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിച്ച പല സഹായങ്ങളും ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് മാറാനും സാധ്യതയുള്ള ഒരു സമയമാണ്. നിലവിലെ ജോലി മാറണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കും, അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് ഇന്നത്തെ ദിവസം അത് കിട്ടണമെന്നില്ല. എന്നാൽ നിരന്തരമായി പരിശ്രമിച്ചാൽ അത്തരം കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഇന്നത്തെ ദിവസം ഉത്തമമായിട്ടുള്ളതാണ്. ലേഖകന്മാർക്കും ഗ്രന്ഥകാരന്മാർക്കൊക്കെ ഇന്നത്തെ ദിവസം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവാനും യോഗമുള്ളൊരു ദിവസമാണ്. പരീക്ഷയിലെല്ലാം ഉന്നത വിജയം നേടാൻ സാധിക്കും. ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളിലെല്ലാം വിജയിക്കാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പങ്കാളിയെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാം ലാഭകരമായിട്ട് മാറുന്ന ഒരു ദിവസമാണ്. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂരട്ടാതി, മുക്കാൽ. ഈ രാശിക്കാർക്ക് ഇന്ന് എല്ലാ കാര്യത്തിലും ഉത്സാഹം അധികമായിട്ട് തോന്നുന്നതാണ്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം പുറത്തുപോയി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയൊക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പല കാര്യങ്ങൾക്കും തുടക്കത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ വിഘ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് ഒന്നിലധികം പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഗണപതിക്ക് നാളികേരം ഉടക്കുകയും ഗണപതി ഹോമം നടത്തുകയും കറുകമാല ചാർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾക്ക് പരിഹാരം ആകുന്നതാണ്. ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മീനരാശി പൂരട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. സ്ഥാനക്കയറ്റം ലഭിക്കാനും ഉന്നത വ്യക്തികളുടെ പ്രീതി സമ്പാദിക്കാനും ബഹുമതികൾ ലഭിക്കാനെല്ലാം യോഗമുള്ളൊരു സമയമാണ്. ധാരാളം യാത്രകൾ, പ്രതീക്ഷിച്ചിരുന്ന യാത്രകൾ തന്നെയാണെങ്കിലും പെട്ടെന്നുള്ള യാത്രകളും അതോടൊപ്പം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പല രീതിയിൽ യാത്രയ്ക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ്. ചിലവുകൾ വർദ്ധിക്കാനും യോഗം കാണുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിലവുകളെല്ലാം ഇന്നത്തെ ദിവസം വന്നു ചേരാൻ ഇടയുള്ളൊരു ദിവസമാണ്. സാമ്പത്തിക ഇടപാടുകളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളെ സഹായിക്കേണ്ടി വരാനും യോഗം, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ടി വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്.